സിനിമയെ പ്രണയിച്ച അച്ഛന്റെ മകൻ പ്രണയിച്ചത് തട്ടിപ്പിനെ. സിനിമാ പെട്ടികൾക്കിടയിൽ വളർന്ന ബാല്യം. ആദ്യം തട്ടിയത് പാവം ഫോട്ടോഗ്രാഫറുടെ ക്യാമറകൾ. പിന്നെ താരങ്ങളെ മറിയാക്കി 20 കോടിയുടെ സേവ് ബോക്സ് തട്ടിപ്പ്. മോട്ടിവേഷൻ ക്ലാസുകളും ആഡംബര ജീവിതവും. നടൻ ജയസൂര്യ ഇഡി ചോദ്യം ചെയ്യാൻ ഇടയാക്കിയ സാദിഖ് റഹ്മാന്റെ കഥ. കേരളത്തിലെ ആദ്യ ഓൺലൈൻ ലേല ആപ്പ് എന്ന പേരിലും നടനും സംരംഭവുമായ സാദിഖ് റഹീം നടത്തിയ സേവ് ബോക്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യ ഇഡി ചോദ്യം ചെയ്തതോടെ 2 വർഷം പഴക്കമുള്ള കേസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഇപ്പോൾ. തൃശൂരിലെ പഴയകാല സിനിമാ വിതരണക്കാരൻ പൂനം റഹീമിന്റെ മകൻ സാദിഖ് റഹീം സിനിമയിലെ പ്രോജക്ട് ഡിസൈനറായും അഭിനേതാവായും അറിയപ്പെടുന്ന വ്യക്തിയാണ്. എന്നാൽ സിനിമയിലെ ഈ തിളക്കം ഒരു മറയാക്കി മാറ്റിക്കൊണ്ട് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പാണ് ഇയാൾ നടത്തുന്നത്. സിനിമാ ബന്ധങ്ങളെ മറയാക്കിയാണ് സാദിഖ് സേവ് ബോക്സിലെ പ്രൊമോട്ട് ചെയ്തത്. 40,000 രൂപ വിലയുള്ള ലാപ്ടോപ്പ് 1 രൂപയ്ക്ക് ലേലം ചെയ്ത് തുടങ്ങാം എന്നായിരുന്നു വാഗ്ദാനം. ലേലത്തിൽ പങ്കെടുക്കാൻ ഉപയോക്താക്കൾ പണം നൽകി വെർച്വൽ കോയിനുകൾ വാങ്ങണം. ഇതിലൂടെ ലക്ഷക്കണക്കിന് രൂപ ഇയാൾ സമ്പാദിച്ചു. സേവ് ബോക്സ് സ്റ്റോറുകൾ തുടങ്ങാമെന്നും മാസം 25 ലക്ഷം രൂപ വരെ ലാഭം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 100-ലധികം ആളുകളിൽ നിന്ന് ഏകദേശം 20 കോടി രൂപ തട്ടിയെടുത്തു. 25,000 രൂപ നിക്ഷേപിച്ചാൽ മാസം 5 ലക്ഷം രൂപ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യുവാക്കളെയും പ്രവാസികളെയും ഇയാൾ വലയിലാക്കി. തന്റെ സിനിമാ ബന്ധങ്ങളെ സാദിഖ് തട്ടിപ്പിനായി ഫലപ്രദമായി ഉപയോഗിച്ചു. പ്രമുഖ നടൻ ജയസൂര്യയെ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റി. മഞ്ജു ബാബ്, മഞ്ജു വാര്യർ, ബോബി ചെമ്മണ്ണൂർ തുടങ്ങിയ സെലിബ്രിറ്റികളെ പങ്കെടുക്കുന്ന വലിയ ചടങ്ങുകൾ നടത്തി വിശ്വാസ്യത നേടിയെടുത്തു. ഉദ്ഘാടനത്തിനെത്തിയ താരങ്ങൾക്ക് പഴയ ഐഫോണുകൾ പുതിയ പെട്ടിയിലാക്കി സമ്മാനമായി നൽകി പറ്റിച്ചതായും പരാതിയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ മുൻകാല തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സേവ് ബോക്സ് തട്ടിപ്പിന് വർഷങ്ങൾക്ക് മുമ്പ് സാദിഖ് തട്ടിപ്പ് രംഗത്ത് സജീവമായിരുന്നു. തൃശൂർ വടക്കാഞ്ചേരി മേഖലയിലെ സ്റ്റുഡിയോയിൽ നിന്ന് വില കൂടിയ ക്യാമറകളും ലെൻസുകളും വാടകയ്ക്ക് എടുക്കുമായിരുന്നു പതിവ്. ആദ്യം ഒരു ക്യാമറ എടുത്ത് കൃത്യസമയത്ത് തിരികെ നൽകി സ്റ്റുഡിയോ ഉടമകൾക്ക് വിശ്വാസം നൽകും. പിന്നീട് സീഡിറ്റിന്റെ ഷൂട്ടിംഗ് എന്ന വ്യാജേന കൂടുതൽ ക്യാമറകൾ ആവശ്യപ്പെടും. ലക്ഷങ്ങൾ വിലയുള്ള 4 ക്യാമറകളും ലെൻസുകളും വാടകയ്ക്കെടുത്ത് മുങ്ങിയ ഇയാൾക്കെതിരെ 2015 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിഭാഗ വീഡിയോഗ്രാഫർമാരുടെ ക്യാമറകൾ വരെ ഇയാൾ കൈക്കലാക്കി വിറ്റിരുന്നു. വടക്കാഞ്ചേരി സ്റ്റുഡിയോ ഉടമ ഷോപ്പിൽ നിന്ന് ആദ്യം ഒരു ക്യാമറ വാടകയ്ക്ക് കൊണ്ടുപോയി കൃത്യമായി സാദിഖ് തിരികെ ഏൽപ്പിച്ചു. സീരിയറ്റിന്റെ ഷൂട്ടിങ്ങിനായി സാദിഖ് 4 ക്യാമറകളും വില കൂടിയ ലെൻസുകളും ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് വിലയുള്ള ക്യാമറകൾ വിശ്വാസത്തിന്റെ പേരിൽ കൊടുത്തു, പക്ഷേ തിരികെ കിട്ടിയില്ല. വിവാഹ വീഡിയോഗ്രാഫറായ സന്ദീപിന്റെ പക്കലുണ്ടായിരുന്ന ക്യാമറയും വാടകയ്ക്ക് കൊണ്ടുപോയ ശേഷം സാദിഖ് റഹീം കൈക്കലാക്കി വിറ്റു. പലവട്ടം തരാമെന്ന് വാക്കു പറയുകയും പിന്നീട് മുങ്ങുകയും സാദിഖിന്റെ രീതി.